പ്രേക്ഷകർക്ക് മെഡിട്രാക്കിലേക്ക് സ്വാഗതം. ഇന്ന് മെഡിട്രാക്കിൽ അതിഥിയായിട്ടുള്ളത് മാംഗ്ലൂർ ഡ്യൂസ്കൾപ്റ്റ് ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഏജിയാണ്. മാം വെൽക്കം. താങ്ക് യു. മാം, മെഡിട്രാക്കിൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് എന്നത് വജൈനൽ റിജുവിനേഷനാണ്. ആ വേർഡ് വജൈനൽ റിജുവിനേഷൻ എന്ന് പറയുന്ന സമയത്ത് അത് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പ്രേക്ഷകർക്ക് കേൾക്കുമ്പോൾ വജൈനൽ റിജുവിനേഷൻ എന്താണെന്ന് ആക്ച്വലി കുഡ് യു പ്ലീസ് ബ്രീഫ് അബൌട്ട് വജൈനൽ റിജുവിനേഷൻ? As the term says, it is something which is of the organ of a vagina, organ of a female body. അത് നമ്മൾ റിജുവിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത് മീൻസ് ഇപ്പം നമുക്ക് ഈ ബാക്കി ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫേഷ്യൽ റിജുവിനേഷൻ, അല്ല മെന്റൽ റിജുവിനേഷൻ. എനിക്ക് റിജുവിനേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് വെക്കേഷനൊക്കെ സോ സം ഒരു ന്യൂ ലൈഫ് എന്ന അങ്ങനെ ഒരു ട്രാൻസിഷൻ, ഒരു വ്യത്യാസമുള്ള ഒരു പാർട്ടിനെ നമ്മളൊരു റീ ലൈഫ് കൊടുക്കണം പോലെ. സോ ലൈക്ക് ഹൗ യു ഡു ഫോർ ഫേസ് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് റിജുവിനേറ്റ് ചെയ്യുന്നു ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അതേപോലെ വെജൈനൽ ഏരിയ will also need certain amount of rejuvenation as a female body ages. ഇല്ല അവിടെ കുറേ ചേഞ്ചസ് ആവണത് കൊണ്ടു ആ ഒരു റിജുവിനേഷൻ എന്ന ഒരു ടേം വി യൂസ്. ഓക്കെ മാം, ഹിയർ ഈസ് അനദർ ഡൗട്ട്. കാരണം നമുക്ക് സാധാരണ ഒരു ഫേഷ്യൽ റിജുവിനേഷൻ വി ക്യാൻ നമുക്ക് ഫേഷ്യലിന് എങ്ങനെ റിജുവിനേറ്റ് ചെയ്യാന്നുള്ളത്. മെൻ്റൽ റിജുവിനേഷൻ ദാറ്റ്സ് ഓൾസോ ഓക്കെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ചില സ്റ്റേജിൽ മനുഷ്യന്മാർക്ക് മെൻ്റൽ റിജുവിനേറ്റ് ചെയ്യാനുള്ള ചില റീസൺ ഉണ്ടാവും. ഇപ്പോൾ വജൈനൽ റിജുവിനേഷൻ എന്ന് പറയുന്നത് അത് ഏത് ഏജ് മുതലാണ് അങ്ങനെ ഒരു റിജുവിനേഷൻ്റെ നീഡ് വരുന്നത്? ഓക്കെ, സോ റിജുവിനേഷൻ എന്ന് പറയുന്നത് ദി മോസ്റ്റ് തിങ് ഈസ് ഒരു കൺസേൺ കൊണ്ടാണ് റിജുവിനേറ്റ് എന്ന് പറയുന്നത്. പെണ്ണിൻ്റെ ബോഡി കുറേ ചേഞ്ചസ് ആവും. ലൈക്ക് ഹോർമോണൽ ചേഞ്ചസ് തൊട്ട് ഫിസിക്കൽ ചേഞ്ചസ് കുറേ ആവും. ലൈക്ക് ഒരു പീരിയഡ്സ് തുടങ്ങണം തൊട്ട് പിന്നെ പ്രഗ്നൻസി ആവും, പിന്നെ ഒരു ഡെലിവറി ആവും, പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടായ ശേഷം ഒരു 35-40-45 ആവുമ്പോൾ മാസങ്ങൾ നിൽക്കാനുള്ള ഒരു ടൈം വരും. അത് നിന്ന് കഴിഞ്ഞ ശേഷം ഒരു ടൈം. ഈ എവറി ഫേസ് ഓഫ് ദിസ് കുറേ ബോഡിയിലുള്ള ചേഞ്ചസ് ആവും. അതേപോലെ വെജൈനൽ ചേഞ്ചസും ആയിക്കോട്ടെ വരുന്ന ഇപ്പം മാം ഇപ്പം സൂചിപ്പിച്ചതുപോലെ ഡെലിവറി പിന്നെ മെൻസ്ട്രുവേഷൻ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ആയിക്കാൻ ഇത് ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് തരത്തിൽ വജൈനൽ റിജുവിനേഷൻ ചെയ്യാനൊരു സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? സോ ഇതെല്ലാം ചേഞ്ചസ് വരുമ്പോഴെന്താവും ആസ് യു ഏജ് ഇല്ല പ്രഗ്നൻസി ഡെലിവറി ആയ ശേഷം വെജാന ഒരു എക്സാമ്പിൾ കൊടുക്കാനുണ്ടാന്ന് പറഞ്ഞാൽ ഒരു എലാസ്റ്റിസിറ്റി റബ്ബർ ബാൻഡ് പോലെ. അപ്പം നമുക്ക് അത്ര വെജാനൽ ഡെലിവറി ആകുമ്പോൾ അത്ര വലിയ കുഞ്ഞി ആ സ്ഥലത്തിന് വരില്ല. സോ അത്രയും വെജാനൽ ഏരിയ വലുതായിട്ടുണ്ടാവും. പിന്നെ വിൽ ഇറ്റ് ബാക്ക് ഇപ്പം നമ്മളല്ല റബ്ബർ ബാൻഡ് നല്ല വലിച്ചു വിട്ടാൽ പ്രോബ്ലി അതേ ഒരു കുമ്പുള്ള ഷേപ്പൊക്കെ വരില്ല, കുറച്ചൊരു എലാസ്റ്റിസിറ്റി ബാക്കിയാവും. സോ അതേപോലെ വെജൈനൽ ഏരിയയും അതേപോലെ കുറേ ഡെലിവറി ആയ ശേഷം ഈവൻ വിത്ത് വൺ ഡെലിവറി ഫോർ ദാറ്റ് മാറ്റർ അപ്പോൾ ആ വെജൈനലിൻ്റെ ലാക്സിറ്റി വ്യത്യാസം വരും. ഇത് നമ്മുടെ ഫിസിക്കലി പറയണത്. ഫങ്ഷനലി കുറേ വ്യത്യാസം വരും. ഫങ്ഷനലി മീൻസ് അത് ജോലി ചെയ്യാനുള്ള രീതി മീൻസ് അവിടുത്തെ ഉള്ള ബ്ലഡ് സപ്ലൈ, അവിടുത്തെ ഉള്ള ഒരു നെർവ് എൻഡിങ്സ്, അവിടുത്തെ ഉള്ള ഒരു കൊളാജൻ മാറ്റർ, ഇതെല്ലാം ഒരു ഏജ് ആകുമ്പോഴും വ്യത്യാസം വരും. ഇങ്ങനെ ട്രോമ ആയ ശേഷിയും വ്യത്യാസം വരും. നോർമൽ പ്രഗ്നൻസിക്കും കാരണം നമ്മൾ നോർമൽ പ്രഗ്നൻസി ആയാലും എനിക്ക് എല്ലാ സിസേറിയൻ ആണെന്ന് ചില ആൾക്കാർ എങ്കിലും ഇങ്ങനത്തെ പ്രശ്നം വന്നുവല്ലോ എന്ന് ചോദിക്കാറുണ്ട്. സിസേറിയൻ ആയാലും ആ ഒരു 9 months ഓഫ് പ്രഗ്നൻസി ആ വെയിറ്റ് എടുത്തത് വെജൈനൽ ഏരിയ ആൻഡ് പെരീനിയൽ ഏരിയ. സോ അവിടുത്തെ മസിൽസ് റിലാക്സ് ആയിട്ടുണ്ടാവും. സോ ഈ എല്ലാ ഒരു ചേഞ്ചസ് കൊണ്ട് പിന്നെ ഡെലിവറി ആവാനുള്ള മെനപ്പോസ് ആവാനുള്ള അടുത്തടുത്ത് ബോഡിയിലുള്ള ഈസ്ട്രോജൻ ഹോർമോൺ കുറവാകുമ്പോൾ നമ്മുടെ മുഖത്തിൽ എങ്ങനെ വ്രിങ്കിൾസ് വരാൻ തുടങ്ങും. ഇപ്പൊ ഇവർക്കൊരു ഏജ് ആയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? വൈ? ബിക്കോസ് കൊളാജൻ കണ്ടന്റ് ഓഫ് യുവർ ബോഡി ഈസ് റെഡ്യൂസിങ്. സെയിം വേ കൊളാജൻ കണ്ടന്റ് ഓഫ് യുവർ വെജൈനൽ ഏരിയ ഓൾസോ റെഡ്യൂസസ്. സോ ബ്ലഡ് സപ്ലൈ, നെർവൽ എൻഡിങ്സ്, കൊളാജൻ കണ്ടന്റ് എല്ലാം കുറവാകുമ്പോഴത്തേക്ക് അവിടുത്തെ ഫങ്ഷൻ ചെയ്യണത്. വെജൈന ഇപ്പം നോർമലി കുറേ ഒരു മോയിസ്റ്റ് ഓർഗനാണ് പറഞ്ഞാൽ എപ്പോഴും ഒരു ചെറിയൊരു സെക്രീഷൻസ് ഉണ്ടാവും. പിന്നെ സ്പെഷ്യലി ബന്ധപ്പെടുമ്പോൾ കുറേ ഒരു വെജൈനയുടെ ഇൻപുട്ട് ഉണ്ട്. മീൻസ് അവിടെ ചെറിയ ചെറിയ ഗ്ലാൻഡ്സ് ഉണ്ടാവും. ആ ഗ്ലാൻഡ്സ് എല്ലാം കുറേ സെക്രീഷൻ ഉണ്ടാക്കും. സോ അതുകൊണ്ട് ബന്ധപ്പെടുമ്പോൾ ആയിട്ടുള്ള ഒരു ലുബ്രിക്കേഷൻ എന്ന് പറയുന്നത് ഈ വെജൈനൽ ഗ്ലാൻഡ്സ് ആണ്, വെജൈനൽ ഉള്ള ഗ്ലാൻഡ്സ് ആണ് കൊടുക്കുന്നത്. സോ വെജൈനൽ ഡാമേജ് ചെയ്യുമ്പോൾ ഈ ഗ്ലാൻഡ്സിലുള്ള ബ്ലഡ് സപ്ലൈയും നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരും. സോ ആ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻസും വ്യത്യാസം വരും. സോ ഇതെല്ലാം ആകുമ്പോഴത്തേക്ക് എന്താവുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉള്ള ഡ്രൈനെസ് കൂടാൻ തുടങ്ങും. ഓക്കെ, സോ പുകച്ചിൽ വരാൻ തുടങ്ങും. സോ ആ ഒരു പുകച്ചിൽ, ബേണിംഗ് സെൻസേഷൻ, ഡ്രൈ ആവണത് എല്ലാം ബന്ധപ്പെടുമ്പോഴും ആ ഒരു ഡ്രൈനെസ് വരണത് ഇതെല്ലാം കുറച്ചും കൂടി നമുക്ക് വെജൈനൽ ഡാമേജ് ആയിട്ടുണ്ടാകുന്ന ഒരു ചിഹ്നങ്ങളാണ് വരണത്. സോ പേഷ്യൻസ് ആയാലും ഇങ്ങനെ തന്നെ വരണത്. എനിക്ക് അവിടെ ആ സ്ഥലത്തിൽ കത്തുന്നു, പുകയുന്നു,
ഒരു ബന്ധപ്പെടുമ്പോൾ ഒരു ഡ്രൈ ആവുന്ന വേദന എടുക്കുന്നു. സോ ഈ എല്ലാ കംപ്ലയിൻസിൻ്റെ ആണ് നമുക്കൊരു വെജൈനൽ റിജുവിനേഷൻ എന്ന ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷനിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ അത് ഏത് ഏജ് ഗ്രൂപ്പിലെ പേഷ്യൻ്റാണ് മാഡത്തിന് കൂടുതൽ അപ്രോച്ച് ചെയ്യുന്നത്? ഫേഷ്യലൈസേഷൻ നമുക്ക് കുട്ടികളിലെ പറഞ്ഞാൽ ഒരു ടീനേജ് ആയ ശേഷം ചെയ്യാറുണ്ട്. പറഞ്ഞാൽ ഫേഷ്യൽ ആയിരിക്കും എനി ഫോം ഓഫ് പ്രൊസീജിയേഴ്സ്. ബട്ട് വെജൈനൽ വി ഡോണ്ട് ഡു ഇറ്റ് ഇൻ എ യങ്ങർ ഏജ് ഗ്രൂപ്പ്. യൂഷ്വലി നമ്മളൊരു മിഡ് ഏജ് ആയ ശേഷം പ്രഗ്നൻസി ആ ഒരു ചേഞ്ചസ് ആയ ശേഷമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. ആ ഒരു ഏജ് ഗ്രൂപ്പിൽ തന്നെ പ്രഗ്നൻസി ആയി പ്രസവിച്ച് 1, 2, 3 അങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞു. ഇല്ല നമ്മുടെ ചില ആൾക്കാർ പ്രസവിച്ച ശേഷം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ബട്ട് ഏജ് അനുസരിച്ചിട്ട് ഒരു 40-45 ഗ്രാജുവൽ ആയിട്ട് കൊളാജൻ കണ്ടന്റ് കുറവാകുമ്പോൾ മെയിൻ ആ പുകച്ചിൽ കൂടുതലാവണത് മെനപ്പോസൽ ഏജ് ഗ്രൂപ്പ്, പ്രീ മെനപ്പോസൽ ഏജ് ഗ്രൂപ്പ്. ഒരു 42, 43, 40+ ആയിട്ടുള്ള ആൾക്കാരാണ് മോസ്റ്റ് കോമൺലി. ബട്ട് യെസ്, നമ്മുടെ കിട്ടാനുള്ള പേഷ്യൻസ് ഒരു 30-35 ആയ ശേഷം പേഷ്യൻ്റ് വരുന്നത്. നമ്മൾ ട്രീറ്റ്മെന്റ് ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഏതൊക്കെയാണ് ഇതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്? ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ വി യൂഷ്വലി ടെൽ ജനറലി തന്നെ നമുക്ക് ഒരു ട്രോമ ആയ പാട് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ പ്രിവെൻറ്റീവ് മെഷർ. ഇപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, മിനിമൽ ഇൻവേസീവ് ഉണ്ട്, സർജിക്കലും ഉണ്ട്. ഓക്കെ, സോ നോൺ സർജിക്കൽ ആയാലും നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കീഗൽസ് എക്സസൈസ് പറയും. കാരണം അവിടുത്തെ മസിൽ ടൈറ്റൻ ആയിട്ട് കിട്ടും, ബലം കിട്ടും. സോ ഏത് പാർട്ടൊക്കെയായാലും എക്സസൈസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് സ്റ്റേസ് ഹെൽത്തി. ആ ഒരു പോലെ വി സ്റ്റാർട്ട് വിത്ത് കീഗൽസ് എക്സസൈസ്. പിന്നെ നമ്മൾ നോൺ സർജിക്കൽ എന്ന് പറയുമ്പോൾ വി ഡു സ്റ്റാർട്ട് വിത്ത് PRP പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. അതൊരു ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ്. സോ ആസ് everybody knows now that PRP കുറച്ചൊരു growth factors we can use in many parts of the body. Okay, because basically it rejuvenates that part. ഒരു പുതിയ വാസ്കുലാരിറ്റി കൊടുക്കും, പുതിയ ബ്ലഡ് സപ്ലൈ കൊടുക്കും. സോ അങ്ങനെ വെച്ചിട്ട് കീഗൽസ് യു ക്യാൻ സ്റ്റാർട്ട് ഇറ്റ് ആസ് എ പ്രിവെൻറ്റീവ് മെഷർ. ബട്ട് PRP അല്ല നമ്മൾ കുറച്ചും കൂടി ഇഷ്യൂസ് വരാൻ തുടങ്ങിയാൽ നമ്മൾ തുടങ്ങി. എത്ര സെഷൻ വേണ്ടി വരും? PRP is again അതൊരു മന്ത്ലി സെഷൻ ആണ്. ഓക്കെ, മന്ത്ലി വൺസ് ചെയ്യണം. സോ PRP എന്ന് പറയുമ്പോൾ ആസ് ഐ ടോൾഡ് യു ഇറ്റ് ഇസ് നാച്ചുറലി ഇൻക്രീസിങ് ദി ബ്ലഡ് സപ്ലൈ. സോ ഒരു സെഷനിൽ എല്ലാ ബ്ലഡ് സപ്ലൈ വരില്ല. സോ ഇറ്റ് ഇസ് ലൈക്ക് എ സെഷൻസ്. At least over 3 sessions, can go up to 6 sessions if the symptoms are very severe. ഇപ്പോൾ കുറേ ഡാമേജ് ആയിട്ടുണ്ട്, ഉള്ള ബ്ലഡ് സപ്ലൈ എല്ലാം ഡാമേജ് ആയിട്ടുണ്ടെന്ന് കണ്ടാൽ ചിലപ്പോൾ അധിക സെഷൻസ് വേണ്ടി വരും. ഇല്ല തുടക്കത്തിലുള്ള സ്റ്റേജിലേ വന്നാൽ ചിലപ്പോൾ കുറച്ച് സെഷൻസിലെ ട്രീറ്റ്മെൻറ്റ് കിട്ടും. പിന്നെ നമുക്ക് ഇപ്പോഴായാലും ടച്ചപ്പ് സെഷൻസ് പോലെ ചെയ്യാം. ഒരു സംശയം, ഒരു ഡൗട്ട്സ് ഇവിടെ റേസ് ചെയ്യാം. നമ്മളിപ്പോൾ സാധാരണ PRP ഹെയർ ലോസിലൊക്കെ PRP ചെയ്യുന്നുണ്ട്. സെയിം പ്രൊസീജിയർ ആണോ? ഓൾമോസ്റ്റ് സെയിം ആണ്. മീൻസ് ആസ് ഐ ടോൾഡ് ഹെയറിൽ എന്താ ചെയ്യൂ, ഫോളിക്കൽ ഡാമേജ് ആയിട്ടുണ്ടാവും, അത് കുറെ റിജുവിനേറ്റ് ചെയ്യാനോ. പക്ഷെ വെജാനൽ ഗ്ലാൻഡ്സ് മ്യൂക്കോസ ഡാമേജ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇതിന് PRP പ്രൊസീജിയർ ആയിട്ട് ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യണം ചെയ്യുന്നത്. സോ ഓൾമോസ്റ്റ് സെയിം പ്രൊസീജിയർ. ഓക്കെ, ഈ പേഷ്യൻ്റ് ഹെയർ ലോസ് PRP ചെയ്യുന്ന പേഷ്യൻ്റ് ഒക്കെ പറയാമല്ലോ, ആ ഒരു പെയിൻ, അതായത് ഇപ്പം നമ്മുടെ അവിടെ നീഡിൽ കൊണ്ട് ഇങ്ങനെ എവിടെയാണ് ഹെയർ ലോസ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ പോയിന്റ് നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പ്രൊസീജിയർ ഒരു പെയിൻഫുൾ പ്രൊസീജിയർ ആയില്ലേ, പ്രത്യേകിച്ച് വജൈനൽ റിജുവിനേഷൻ ഒക്കെ പറയുന്ന സമയത്ത്? നോ, ആസ് ഐ ടോൾഡ് യു, വെജൈന ഫസ്റ്റ് ഓഫ് ഓൾ നെർവ് എൻഡിങ്സ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, ആൻഡ് പ്ലസ് വെൻ ഓൾ ദീസ് ഡാമേജസ് ഓൾറെഡി ഹാപ്പൻ, സോ അപ്പോൾ നെർവ് എൻഡിങ്സ് ഒന്നും കൂടി കുറവാകും. ഓക്കെ, സോ അങ്ങനെ വെച്ചിട്ട് വേദനയുടെ ത്രഷോൾഡ് സെൻസിറ്റിവിറ്റി വിൽ ബി ലെസ്. ബട്ട് സ്റ്റിൽ സം പേഷ്യൻസ് വി ഡു അപ്ലൈ ക്രീം, ഒരു നമ്പിങ് ക്രീം വെക്കും, ഇല്ല ലുഗ്നോക്കോയിൻ സ്പ്രേ ലോക്കൽ അനസ്തെറ്റിക് ആയിട്ട് സ്പ്രേ അടിക്കും. സോ ദാറ്റ് വിൽ ബിക്കം എ ലിറ്റിൽ നം. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ PRP ഇഞ്ചെക്ട് ചെയ്യും. സ്മോൾ പ്രിക്സ്, അത്ര വേദന കൂടുതലൊന്നും ഉണ്ടാവില്ല യൂഷ്വലി. സോ ഫസ്റ്റ് വാസ് കീഗൽസ്, സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ദെൻ PRP ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് എക്സോസോംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ്. പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ഇല്ല, അനിമൽ എക്സ്ട്രാക്ട്സ് എക്സോസോംസ് ഉണ്ടാവും. PRP പോലെ തന്നെ a little more advanced സ്റ്റെം സെല്ലിൻ്റെ രീതിയിൽ പോകും. സോ ദാറ്റ് ഓൾസോ വി ക്യാൻ ഇഞ്ചെക്ട് ടു ദി വെജൈന. ദാറ്റ് ഇസ് ബേസിക്കലി അഗൈൻ ഫോർ റിജുവിനേഷൻ, ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യാനാണ്, സെല്ലുലാർ മോഡുലേഷൻ ലെവലിൽ വർക്ക് ആവും. ആൻഡ് ദെൻ നെക്സ്റ്റ് കമ്മിങ് ടു ദാറ്റ്, നമുക്കൊരു ക്രീം പോലെ ഒരു സാധനം ഉണ്ട്, ദാറ്റ് ഇസ് ഈസ്ട്രോജൻ ക്രീംസ്. ആസ് ഐ ടോൾഡ് മിഡ് ഏജിൽ ഈ ക്രീം വർക്ക് ആവില്ല. ബട്ട് വേറെ പെരി മെനപ്പോസ് ഇല്ല, മെനപ്പോസ് ആവാനുള്ള ഒരു ടൈമിൻ്റെ ഏജ് ഗ്രൂപ്പ് ഒക്കെ ആയാലും ദാറ്റ് ടൈം, ബിക്കോസ് ദാറ്റ് ഇസ് വൺ ഓഫ് ദി റീസൺ ഈസ്ട്രോജൻ കുറവായതുകൊണ്ട് കുറച്ചും കൂടി കംപ്ലയിൻറ്റ്സ് അധികം ആവാൻ തുടങ്ങി. സോ അതുകൊണ്ടാണ് നമ്മൾ ലോക്കൽ ആയിട്ടുള്ള ക്രീംസ് കൊടുക്കും. കാരണം ഈസ്ട്രോജൻ ബോഡിയിൽ റീസപ്ലിമെൻറ്റ് കൊടുക്കാനാണ് നമുക്കൊരു ഹിൻഡ്രൻസ് ഉണ്ട്, ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറപ്പി. സോ അത് ഓൾറെഡി നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്, അതിൻ്റെ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. സെയിം വേ ക്രീംസ് കമ്പാരിറ്റീവ്ലി സേഫർ ആണ് എങ്കിൽ ദർ ഇസ് എ ലിമിറ്റേഷൻ ഫോർ ക്രീംസ്. പറഞ്ഞാൽ ഇത്രയും മാസം ഇത്രയും യു കനോട്ട് ഗോ ഓൺ യൂസിങ് ദോസ് ക്രീംസ്.
സോ വെജൈനൽ ക്രീംസ് ഉണ്ട്, ബട്ട് ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് വി ഡു ഗിവ് ദാറ്റ് ഫോർ സം പേഷ്യൻസ്. വെരി മൈൽഡ് ഉണ്ടാണ് കണ്ടാൽ നമ്മൾ കൊടുക്കാറുണ്ട്. സോ അതിൽ വർക്ക് ആവുന്നില്ല എന്ന് കണ്ടാൽ ദെൻ വി ഷിഫ്റ്റ് ടു PRP, then we shift to something called lasers. ഇപ്പോൾ ലേസർ വെജൈനൽ റിജുവിനേഷൻ ആണ് കോമൺ ആയിട്ട് ആൾക്കാർ ടേം ആയിട്ട് കേൾക്കാനുള്ളത്, ഇല്ല നമ്മളടുത്ത് ചോദിക്കാനുള്ളത്. ലേസർ ആയിട്ട് റിജുവിനേഷൻ ഉണ്ടല്ലോ, എന്താ അത് എന്ന് പറഞ്ഞിട്ട്. സോ ദാറ്റ് ഈസ് ആക്ച്വലി സെയിം വേ ആസ് എ PRP, ബട്ട് ലിറ്റിൽ മോർ ഇൻ അഡ്വാൻസ്ഡ് വേ. അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ്സ് ആണ് ലേസേഴ്സ്. PRPയും ലേസറും ഏതിനാണ് കൂടുതൽ ബെനിഫിറ്റ്? See, benefit wise almost similar, depending on patient to patient നമ്മൾ പറയും. See, depending on their symptoms, depending on duration of their symptoms, എത്ര മാസമായി തുടങ്ങിയിട്ട് എത്ര അവർക്ക് കംപ്ലയിൻസ് എത്ര ഉണ്ട്, based on that we decide on the treatments. ഈ പേഷ്യന്റ് PRP ബെറ്റർ ആണോ, ഈ പേഷ്യന്റ് ലേസർ ബെറ്റർ ആണോ. ഫോർ സ്മോൾ എക്സാമ്പിൾ, ഹൗ ടു സ്ക്രീൻ, അതെങ്ങനെയാണ് പേഷ്യന്റ് എങ്ങനെയാണ് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത്? ഈ പേഷ്യന്റ് PRP ആണോ ബെറ്റർ, അതാ ലേസർ ആണോ? depending on their symptoms, but one of the main reason what we differentiate is, ഇപ്പോൾ പ്രസവിച്ച പാട് ചില പേഷ്യൻസിനെ പുകച്ചിലെന്ന വന്ന പാട് ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ട്, അങ്ങനെയെല്ലാം ഉള്ള ടൈമിൽ നമ്മൾ വി പ്രിഫർ PRP, വി ഡോണ്ട് ഗോ ഫോർ ലേസേഴ്സ്. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ വെരി റെയർ ആയിട്ട് ഒരു പ്രഗ്നൻസി കഴിഞ്ഞു, മറ്റേ പ്രഗ്നൻസി തുടക്കത്തിൽ എന്തായാലും കംപ്ലയിൻസ് വന്നോ മിഡിൽ, ദാറ്റ് ടൈം ഓൾസോ വി ഡോണ്ട് പ്രിഫർ എനി ലേസേഴ്സ്. ഓക്കെ, ലേസേഴ്സ് pregnancy and immediate after pregnancy we don't prefer any kind of patient to patient depends upon and depends on the severity. എത്ര പ്രശ്നം ഉണ്ടെന്ന്, severity of their pressure ഇത് കുറച്ചും കൂടി അധികം ഉണ്ടെന്ന് പറഞ്ഞാൽ sometimes very rare we tell both PRP ചെയ്തോളൂ, ലേസേഴ്സ് ചെയ്തോളൂ. അപ്പോൾ ആഡഡ് ബെനിഫിറ്റ് കിട്ടും. അത്രയും ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ രണ്ട് ട്രീറ്റ്മെൻറ്റ് ഒരുമിച്ച് ചെയ്യുമ്പോൾ ബോത്ത് വേ ബോഡി വിൽ ട്രൈ ടു റിജുമിനേറ്റ് ദാറ്റ്. ലേസേഴ്സിൽ നമ്മൾ മെയിൻലി കോമൺലി ഫോർ റിജുമിനേഷൻ വി യൂസ് CO2 ലേസേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അഗൈൻ ദാറ്റ് ഗോസ് ഇൻ സെഷൻസ്, മന്ത്ലി 1 സെഷൻ, ഡിപ്പെൻഡിങ് ഓൺ ദി സിവിയാരിറ്റി 3 ആയിട്ട് ഒരു ആവറേജ് ആയിട്ട് സെഷൻസ് പറയാറുണ്ട്. സംടൈംസ് വി ഗോ ടു ഓൾമോസ്റ്റ് 6 സെഷൻസ് ഓൾസോ ലേസേഴ്സ്. ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ അങ്ങനെ ഒരു നീഡിന്റെ ആവശ്യം, അങ്ങനെ ഒരു ആവശ്യം വരാറുണ്ട്. സി സംടൈംസ് ഈ റിജുവിനേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദെം ആസ് ഐ ടോൾഡ് യു കൂടുതലായിട്ടുണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഏജ് ഗ്രൂപ്പ് അധികമായിട്ടുണ്ടാവും. ചിലപ്പോൾ ഇത്ര ഡാമേജ് ആവണത് കുറേ പ്രസവിച്ച ശേഷമായിരിക്കും. സോ ആ ടൈമിൽ പേഷ്യൻസ് ചിലപ്പോൾ റിജുവിനേഷൻ ആയിട്ട് വരും, പുകച്ചിൽ വേദന എന്ന പ്ലസ് ദേ കം വിത്ത് ലൂസും ആയിട്ടുണ്ട്, വെജൈന ലൂസ് ആയിട്ടുണ്ട്, ലാക്സിറ്റി ഉണ്ട്, നമുക്ക് മുമ്പ് ബന്ധപ്പെടാനുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ചിലപ്പോൾ കപ്പിളായിട്ട് പാർട്ട്ണറും കംപ്ലൈൻ്റ് ആകും, മെയിൽ പാർട്ട്ണർ ഓൾസോ ഹസ്ബൻഡ് ആയിട്ട് അവരും പറയാറുണ്ട് ഇപ്പോൾ ഭാര്യയുടെ വെജൈന കുറച്ചും കൂടി ലൂസ് ആയിട്ടുണ്ട്, സോ വാട്ട് ക്യാൻ യു ഡു എന്ന്. സോ അങ്ങനെയുള്ള സമയത്തിൽ ഈ സർജിക്കൽ ഓപ്ഷൻസിലേക്ക് പോകണത്, ഈ റിജുവിനേഷൻ മാത്രമായാലും പുകച്ചിൽ മാത്രം കുറവായാലും PRP ആൻഡ് ലേസേഴ്സ് വിൽ ഡു എ ഗുഡ് ജോബ്. പക്ഷെ നമുക്ക് ഈ ഒരു രണ്ട് ആഡ് ഓൺ ആയിട്ട് പ്രശ്നങ്ങൾ വരും. പുകച്ചിലേ ഉള്ളൂ, കത്തുന്നു, ഡ്രൈ ആവുന്നു, പ്ലസ് ലൂസ് ഉണ്ട്. സോ എല്ലാം മൊത്തത്തിൽ ബന്ധപ്പെടാൻ തന്നെ പ്രശ്നങ്ങളാവുന്നുണ്ട്. ഇറ്റ്സ് ബിക്കമിങ് വെരി ഡിഫിക്കൽട്ട്. മുമ്പ് പോലെ അല്ല ഉള്ള ആൾക്കാരിൽ നമ്മൾ യൂഷ്വലി സർജിക്കൽ രീതിയിൽ പോകും. വെജൈനൽ ടൈറ്റനിങ് ആയിട്ട് നമ്മൾ ലേസർ ഉണ്ട്, നമ്മൾ RF ടെക്നോളജി തന്നെ ഉണ്ട്, ഇറ്റ്സ് എൻ എനർജി ബേസ്ഡ് ഡിവൈസ്. സോ അതിൽ നമുക്ക് റിജുവിനേഷനൊക്കെ ഹെൽപ്പ് ആവും. മൈൽഡ് ഉള്ള ലൂസനിങ് ഉണ്ടാണെങ്കിൽ യെസ്, അതാണ് അതിൻ്റെ ഒരു ചെറിയ എക്സ്ട്രാ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. റിജുവിനേഷനൊക്കെ വന്നിട്ടുണ്ടാണെങ്കിലും ടൈറ്റനുമായിട്ട് കിട്ടും. ബട്ട് വെൻ വി ടെൽ ദാറ്റ് പ്രഗ്നൻസിയുടെ ഇടയ്ക്ക് നമുക്ക് ലൂസനിങ്ങോ റിജുവിനേഷൻ ആയിട്ട് വന്നാൽ വി പ്രിഫർ ലേസർ. വി ഡോണ്ട് ടെൽ ദം സർജിക്കൽ. സർജറി അഡ്വൈസ് ചെയ്യൂല, കാരണം ഇന്നൊരു പ്രാവശ്യം പ്രസവിക്കുന്നു രണ്ടാണെങ്കിൽ നമ്മൾ ഓൾറെഡി അതിനെ റിജുവിനേറ്റ് ചെയ്തിട്ട് ടൈറ്റ് ആക്കിയിട്ട് കൊടുത്താൽ ഇന്നൊരു പ്രാവശ്യം പ്രസവിക്കുമ്പോൾ ആ ഒരു സ്ട്രെച്ചിങ് എഫക്റ്റ് കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും. സോ അതുകൊണ്ട് ദെൻ ദാറ്റ് ഇസ് എ ടൈം വെൻ വി ഗോ ഫോർ സർജിക്കൽ കറക്ഷൻ. സർജിക്കൽ കറക്ഷൻ എന്ന് പറയുമ്പോൾ വി ടൈറ്റൻ ദി വെജൈന. ഇപ്പോൾ ലൂസായിട്ടുള്ളത് എനി പാർട്ട് ഓഫ് യുവർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ ക്ലോത്ത് തന്നെ ഇപ്പോൾ ഒരു സൈസ് എക്സ്ട്രാ വാങ്ങി ഇല്ല ലൂസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടാക്കും, ടൈറ്റ് ആക്കി കൊടുക്കും. സെയിം വേ, ബട്ട് ഇറ്റ്സ് നോട്ട് ആസ് സിമ്പിൾ ആസ് എ ക്ലോത്ത്. ബോഡി പാർട്ട് ആയതുകൊണ്ട് അവിടുത്തെ ബ്ലഡ് സപ്ലൈ നമുക്ക് അഡ്ജസൻറ്റ് ഓർഗൻസ്, ഇപ്പോൾ വെജൈന ആയാലും അതിൻ്റെ മുകളിലത്തെ ഉള്ള മൂത്രസഞ്ചി ഉണ്ടാവും, അതിൻ്റെ താഴെ നമ്മുടെ ഏനസ് പോകാനുള്ള ഒരു സ്ഥലം. സോ ഈ രണ്ടും ഒരു കുറച്ചും കൂടി താഴെ വന്നിട്ടുണ്ടാവും. ഇത് താഴെ വന്നിട്ടുണ്ട്, ഇത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. സോ സിസ്റ്റോസീൽ റെക്ടോസീൽ എന്ന് പറയും. ഈ ഡിഫക്ട്സ് നമ്മൾ കോമൺ ആയിട്ട് കാണാറുണ്ട്. സോ ആഡ് ഓൺ ആയിട്ട് അവർക്ക് വേറെ പ്രശ്നങ്ങളും ഉണ്ടാവും, മൂത്രപ്പോകാനോ ബുദ്ധിമുട്ടോ ചുമക്കുമ്പോഴത്തെ മൂത്രപ്പോകുന്നു. സോ അതെല്ലാം ബെനിഫിറ്റ്സ് നമുക്ക് വെജൈനൽ ടൈറ്റനിങ് സർജിക്കൽ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വിൽ ബി എ വെരി ഗുഡ് റിസൾട്ട്. ഇറ്റ്സ് എ ഫാമിലി കംപ്ലീറ്റ് ആയിട്ടുണ്ടാണെങ്കിൽ ഇങ്ങനെ സെക്ഷൽ ആയിട്ട് ഒരു കംപ്ലയിൻസ് ആയിട്ട് വന്നാൽ ദെൻ വി ടെൽ സർജിക്കൽ കറക്ഷൻ ഇസ് ദി ബെസ്റ്റ് കറക്ഷൻ. ബിക്കോസ് അതിൽ നമുക്ക് കുറച്ചും കൂടി റിസൾട്ട്സ് മോർ സാറ്റിസ്ഫൈങ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഈ റിസൾട്ട് എന്നത് പേഷ്യന്റിനെ സംബന്ധിച്ച് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന ഫീഡ്ബാക്ക് എങ്ങനെയായിരുന്നു?
സി ഫീഡ്ബാക്ക് ഇസ് കംപ്ലീറ്റ്ലി ഫ്രം ദി പേഷ്യൻസ്. ഇൻ ദി സെൻസ് ലേസർ ചെയ്യുമ്പോൾ മൈൽഡ് പ്രശ്നങ്ങൾ ഉണ്ടാണെങ്കിൽ ടൈറ്റനിങ്ങിൻ്റെ രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ ലേസേഴ്സ് വിൽ ഡു എ ഗുഡ് ജോബ്. ഓക്കെ, പക്ഷെ അത് നല്ലോണം ലാക്സിറ്റി ഉണ്ട്, ഇല്ല ഒരു 2, 3, 4 പ്രസവിച്ച് അതേ അധികമായിട്ടുണ്ടാകുന്ന കണ്ടാൽ ലാക്സിറ്റിയും അത്രയും ഉണ്ടാവും. സോ വി ഡോണ്ട് ടെൽ ലേസർ ചെയ്യേണ്ട, ബിക്കോസ് യു വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ്. ഇത് ഫീഡ്ബാക്ക് നമുക്ക് അത്ര പോസിറ്റീവായിട്ട് കിട്ടൂല, ഗുഡ് റിസൾട്ട് കിട്ടൂല. സോ ദാറ്റ്സ് വെൻ വി റിക്കമെൻഡ് സർജിക്കൽ കറക്ഷൻ ഫോർ സച്ച് പേഷ്യൻസ്. ഇത് സാധാരണ ഇപ്പോൾ നമ്മൾ ഏത് പ്രൊസീജിയറിനും ചില റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ മാം ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് സോഫാർ നമ്മളിപ്പോൾ വജൈനൽ റിജുവനേഷൻ ആയാലും വജൈനൽ ടൈറ്റനിങ് ആയാലും നമ്മൾ ഏത് പ്രൊസീജിയർ ചെയ്ത് ഇത് എനി റിസ്ക് ഫാക്ടേഴ്സ്? സി ലേസർ PRP, ഐ സ്റ്റാർട്ടഡ് വിത്ത് PRP അല്ലേ. PRPയിൽ യൂഷ്വലി ബോഡിയുടെ ബ്ലഡ് തന്നെ എടുത്തിട്ട് നമ്മളതിനെ പ്ലേറ്റ്ലെറ്റ് കണ്ടന്റ് മാത്രം ആ ബ്ലഡിൽ എടുത്തിട്ട് ഇഞ്ചെക്ട് ചെയ്യണത്. സോ ഓൾമോസ്റ്റ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് 0. ഓക്കെ, അങ്ങനെ സൈഡ് ഇഫക്റ്റ് PRP ആസച്ചിൻ്റെ ഇല്ല. ബട്ട് വി ഹാവ് ടു മേക്ക് ഷുവർ പൊതുവേ ഒരു ഇൻഫെക്ഷൻ വെജാന ഇസ് എ വെരി കോമൺ ഫോർ ഇൻഫെക്ഷൻസ്, അതെല്ലാം റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ടാവണം. ഒരു ഹിസ്റ്ററിയിൽ പാപ്സ്മിയർ നമ്മൾ യൂഷ്വലി ചെയ്യൂ, അതെല്ലാം ചെയ്തിട്ടേ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോണത്. സോ ദാറ്റ് ടൈം ഇഫ് യു ടേക്കൺ adequate precautions when you're doing a procedure, complications with PRP is almost nil. Infections, I mean any complications വരില്ല. Now coming to lasers, lasers ചെയ്യുമ്പോൾ if you're good experience ഉണ്ട്, സെറ്റിങ്സ് അറിയാം, ഏത് ഇൻസ്ട്രുമെന്റ് ഏത് ലേസർ, ഇപ്പോൾ കുറേ ലേസേഴ്സ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓൺലി വൺ ലേസർ ഇസ് ഇറ്റ്. സോ കുറേ ലേസേഴ്സ് ഉണ്ട്. സോ വി ഡിസൈഡ് ഫോർ വിച്ച് പേഷ്യൻറ്റ് വി ഹാവ് ടു ഗോ ഡിപ്പെൻഡിങ് ഓൺ ദി സിവിയാരിറ്റി, കംപ്ലയിൻസ്, അവരുടെ ലാക്സിറ്റി ഉണ്ടോ, റിജുവിനേഷൻ മാത്രമാണ്. സോ വെൻ യു ആർ കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ സെറ്റിങ്സ്, സോ അപ്പോഴും അവരുടെ സൈഡ് ഇഫക്ട്സ് ഓൾമോസ്റ്റ് മിനിമൽ എന്ന് പറയാം. ഇഫ് യു ഹവ് റൂൾഡ് ഔട്ട് ഇൻഫെക്ഷൻ, ഇഫ് യു ഹവ് റൂൾഡ് ഔട്ട് കാർസിനോമ, ക്യാൻസർ, ഈ രണ്ട് റൂൾ ഔട്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അവരുടെ ഒരു സൈഡ് ഇഫക്റ്റും ഇല്ല. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് പറയണത് നമ്മൾ വാട്ട് ഐ ടോൾഡ് യു ഇസ് അബൌട്ട് ദി സർജിക്കൽ കറക്ഷൻ. സർജിക്കൽ നമ്മൾ സർജറി ആയതുകൊണ്ടും അതിൻ്റെ ആയിട്ടുള്ള എന്താ പറയുക കോംപ്ലിക്കേഷൻ ഉണ്ടോ ചോദിച്ചാൽ എനി സർജറി വെൻ യു ഡു ഒരു ഇൻഫെക്ഷൻ്റെ ചാൻസസ്, ബ്ലീഡിങ്ങിൻ്റെ ചാൻസസ്, അടുത്തുള്ള ഓർഗൻ ഡാമേജ്. യെസ്, സോ അങ്ങനെയാണ് ഉള്ളത്. സോ ആസ് എ ടോൾഡ് യു ലേസർ വിൽ ഗോ ഇൻ സെഷൻ, സർജിക്കൽ ഇസ് യുവർ വൺ ടൈം ട്രീറ്റ്മെൻറ്റ്. നമ്മുടെ ഈ ജനറേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി കോൺഷ്യസ് ആണോ, ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ കുറച്ചും കൂടി കോൺഷ്യസ് ആണോ? അതുകൊണ്ടാണോ ഈ ഓപ്ഷൻസ് ഒക്കെ വരുന്നത്? നമ്മളിപ്പോൾ ഒരു 10 years ബാക്ക് ഓർ 15 years ബാക്ക് ഈ പറയുന്ന പോലെ വജൈന ടൈറ്റനിങ് ഓർ റിജുവിനേഷനോ ഈ വേർഡ് തന്നെ അല്ലെങ്കിൽ അത്ര പോപ്പുലർ ആണോ, അത്ര ഫെമിലർ അല്ല. പോപ്പുലറും അല്ല, ഉണ്ടായിട്ടില്ല ഓൾമോസ്റ്റ് യു ക്യാൻ കോൾ അറ്റ്ലീസ്റ്റ്. ബിക്കോസ് എന്താ അറിയോ, ഇത് ഇപ്പോൾ പേഷ്യൻസ് ടു ബി ഫ്രാങ്ക് എനഫ് ഫീമെയിൽസ് ആർ കമ്മിങ് ഔട്ട് വർക്കിംഗ്, അവർ ജോലിക്ക് പോകുന്നു, അവരുടെ സ്ട്രെസ് ലെവൽസ് കൂടുന്നുണ്ട്. സോ ഓൾ ദീസ് തിങ്സ് ആ ഒരു സെൽഫ് എന്താ പറയുക എംപവർമെൻറ്റ് ഇല്ല, സെൽഫ് ലവ്, our complaints is our concerns are becoming conscious. അതല്ലാതെ people are becoming more open in the sense എനിക്ക് സെക്ഷൽ കംപ്ലയിൻസ് ഉണ്ട്, why should I അതിനെ സഹിച്ചിട്ട് ഇങ്ങനെ നിൽക്കാം. ഒരു ജനറേഷൻ ബാക്കിലാണ് അത് ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇതൊരു ടാബു ഉണ്ടായിരുന്നു. എന്ത് സെക്ഷൽ റിലേറ്റഡ് ആണെങ്കിലും ആരോടുത്ത് ഡിസ്കസ് ചെയ്യാനില്ല, ഒരു നാണക്കേടിന്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ ഇപ്പോഴും ഉണ്ട്. It's not that everybody has come out, but yes, ഇപ്പോൾ comparatively much better. ആൾക്കാർ younger age group അല്ലാതെ ഇപ്പോൾ 30-35 I can call it kind of younger age group, but 40-45-50 also അവരും വരുന്നുണ്ട്. So that ഒരു കോൺഷ്യസ്നെസ് ഇല്ല, തുറന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് കുറച്ചും കൂടി നമ്മൾ എത്തിയിട്ടുണ്ട്, and that's good. ഓക്കെ, സി മാം, നമ്മുടെ ഈ പ്രൊസീജിയർ അതൊരു പിന്നെ 1 day പ്രൊസീജിയർ ആണോ, അനസ്തേഷ്യ ചെയ്യുന്നതാണോ, അല്ല ലോക്കൽ അനസ്തേഷ്യ ചെയ്യുന്നതാണോ, എങ്ങനെയാണ് ഈ പ്രൊസീജിയർ ലീഡ് ചെയ്യുന്നത്? സി ആസ് ഐ ടോൾഡ് യു, നമുക്ക് PRP ചിലപ്പോൾ നമ്മൾ ലോക്കലായിട്ടുള്ള സ്പ്രേയോ നമ്പിങ് ക്രീമോ അങ്ങനെ വെക്കാറുണ്ട്. പക്ഷെ ലേസർ PRP ഒരു സൈക്കോളജിക്കലി അവർക്ക് ഒരു പേടി ഉണ്ടാവും, കുത്തുന്ന സിറിഞ്ച് ഉള്ള സമയത്തിൽ അവർ ആൻഷ്യസ്നെസ് കൂടുതലുണ്ടാവും. ബട്ട് ലേസർ ഈസ് മിനിമൽ ഇൻവേസീവ്, വെരി മൈനർ ഡാമേജ് ആണ് കൊടുക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേസർ, എബിലേറ്റീവ് ആണോ നോൺ എബിലേറ്റീവ് ആണോ അവരുടെ രീതിയിൽ പോകും. എങ്കിൽ മേജർ ആയിട്ടുള്ള വേദനയൊന്നും ഉണ്ടാവില്ല. വി യൂഷ്വലി കോൾ ഇറ്റ് ആസ് എ ലഞ്ച് ടൈം പ്രൊസീജിയർ. ലൈക്ക് ഒരു വേദന ഇല്ലാതെ അനസ്തീഷ്യ ഒന്നും വേണ്ടാതെ ഹോസ്പിറ്റലൊന്നും നിൽക്കാനൊന്നും ഇല്ല, വേറെ ആ പ്രൊസീജിയർ ചെയ്യിപ്പിക്കുക പോവാം വിത്ത് പ്രോപ്പർ പ്രിക്കോഷൻസ്. ഒരു കൺസൾട്ടേഷൻ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നമ്മളൊരു ലേസറിലേക്ക് പോസ്റ്റ് ചെയ്താൽ ദെൻ യു ഡോണ്ട് നീഡ് ടു സ്റ്റേ ഇൻ ദി ഹോസ്പിറ്റൽ. ഒരു ബൈസ്റ്റാൻഡറായിട്ടും നമുക്ക് വേണ്ടി വരില്ല. ഒറ്റയ്ക്ക് വരാ ചെപ്പിക്കുക പോവാ, ആൻഡ് യു വിൽ ബി സോ കംഫർട്ടബിൾ ഓൾസോ. വേദന മറ്റൊന്നും ഉണ്ടാവില്ല. സോ നാം കമ്മിങ് ടു PRP ലേസേഴ്സ് ആൻഡ് ദെൻ ടു യുവർ സർജിക്കൽ ആയാലും നമുക്ക് കുറച്ചും കൂടി ഒരു ബൈസ്റ്റാൻഡറായിട്ട് വേണ്ടി വരും, ബിക്കോസ് വി നീഡ് അനസ്തീഷ്യ. ഏതായാലും സർജറി എന്ന് പറയുമ്പോൾ ലോക്കൽ അനസ്തീഷ്യ അല്ല, ബിക്കോസ് വെജാനോപ്ലാസ്റ്റി അല്ല, വെജാനൽ ടൈറ്റനിങ് സർജറി ചെയ്യുമ്പോൾ നമ്മൾ
മുളോന്ന് വെജാനൽ കെനലാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണത്. സോ അങ്ങനെയുള്ള സമയത്തിൽ വി ഡു നീഡ് എ റീജിയണൽ ബ്ലോക്ക് എന്ന് പറയും. സോ ആ ഒരു അനസ്തീഷ്യ വേണ്ടി വരും. പിന്നെ മുറിവ്, ബ്ലഡ്, സ്റ്റിച്ചസ് എല്ലാം സൂച്ചേഴ്സ് എല്ലാം പറയുമ്പോൾ വി വിൽ ഡെഫിനറ്റ്ലി നീഡ് എൻ അനസ്തീഷ്യ, വിൽ ഡെഫിനറ്റ്ലി നീഡ് എ ബൈസ്റ്റാൻഡർ. അതെല്ലാം അല്ലാതെ ഹോസ്പിറ്റൽ സ്റ്റേയും വേണ്ടി വരും. ഡിപ്പെൻഡിങ് ഓൺ ദി കറക്ഷൻ നമ്മൾ ബ്ലാഡർ മറ്റേതെല്ലാം ഇത് ചെയ്തത് കൊണ്ട് 1-2 ദിവസം ഡിപ്പെൻഡിങ് ഓൺ പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് അഡ്മിഷൻ പറയാറുണ്ട്. സോ വജൈന ടൈറ്റനിങ് ആയാലും വജൈന റിജുവിനേഷൻ ആയാലും ഒരു സർജിക്കൽ പ്രൊസീജിയർ അല്ലെങ്കിൽ അതൊക്കെ ഒരു 1 day പ്രൊസീജിയർ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ പ്രൊസീജിയറിനെ കുറിച്ചാണ് ഇന്ന് മെഡിട്രാക്ക് ഡിസ്കസ് ചെയ്തത്. ഈ പ്രൊസീജിയറിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ടും വളരെ ആക്യുറേറ്റ് ആയിട്ടും കാസർഗോഡ് പ്രേക്ഷകരോട് സംസാരിച്ച ഡോക്ടർ ശ്രുതി മാമാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാം. താങ്ക് യു.